ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഓറഞ്ച് കളറുള്ള ക്യാരറ്റ് ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. നമുക്ക് എങ്ങനെ ലഡു ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഞാൻ 4 മീഡിയം സൈസുള്ള നല്ല ഫ്രഷായ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷായിട്ടുള്ള ക്യാരറ്റ് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്യുമ്പോൾ വളരെ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോഴാണ് ക്യാരറ്റ് പെട്ടെന്ന് വേവുള്ളൂ. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും 1/2 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. നിങ്ങൾ പഞ്ചസാര എടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഇപ്പം ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 200 മില്ലി പാലും. ഇനി ഇതിൽ വേണം നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് പാൻ വെച്ച് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരി ഇട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്താൽ മതി. ഇപ്പം ഞാനിവിടെ കയ്യിലുള്ളതുകൊണ്ട് എടുത്തുവെന്നേ ഉള്ളൂ, യാതൊരു നിർബന്ധവുമില്ല. ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇതിലോട്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. 1 മിനിറ്റ് നേരം വറുത്തെടുത്താൽ മതി. വറുത്തെടുക്കുമ്പോൾ ഇനി എക്സ്ട്രാ നെയ്യിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ നെയ്യിൽ തന്നെ വറുത്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച പാൽ ഒഴിച്ച് കൊടുക്കാം. ഇത് 200 മില്ലി പാലാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് ആയപ്പോൾ കണ്ടോ ഈ പാലൊക്കെ വറ്റി നന്നായിട്ട് അത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പോൾ നെയ്യോ അതൊന്നും നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. ഇനി നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം വേണമെങ്കിലും ആഡ് ചെയ്യാം, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചിടാം. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടു. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ഈ പാനിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങും. അതെന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചസാര പാനി ആവണതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കണം. 1/4 കപ്പ് പാൽപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പം നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങളൊരു 1/2 കപ്പ് നാളികേരം ജസ്റ്റ് ഒന്ന് മിക്സിൻ്റെ ജാറിൽ ക്രഷ് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. പാൽപ്പൊടി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് നന്നായിട്ട് ഇത് ഒന്ന് ഇളക്കിയെടുക്കണം. ഇത് ഇളക്കിയെടുക്കുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങും. ഞാൻ പറഞ്ഞില്ലേ പഞ്ചസാര പാനി ആവണതാണെന്ന്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കുമ്പോൾ വെള്ളം വരുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇടാണ്ട് നിങ്ങൾ നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ നമ്മുടെ ഈ നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ഒക്കെ ഇളകും. പെട്ടെന്ന് വേവുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോകും. ഇപ്പോൾ ഏകദേശം ഇത് നന്നായിട്ട് പാലൊക്കെ വറ്റി എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് അത് മാറ്റിയെടുക്കണം. ഇനി ഞാനിത് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു മോൾഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ജസ്റ്റ് ഇതൊന്ന് ചൂടാറുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ഒരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പിസ്ത കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം ഇതുപോലെ നമ്മൾ ലഡുവിൻ്റെ ഷേപ്പിൽ ഇത് ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കുക. കണ്ടോ, ഇത് വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇത് നമ്മൾ സാധാ കഴിക്കുന്ന ലഡുവിനെ പോലെയല്ല, ഇത് ഭയങ്കര സോഫ്റ്റാണ്. എനിക്ക് 4 ക്യാരറ്റ് ഉപയോഗിച്ച് ആകെ 6 ലഡു ഉണ്ടാക്കാനാണ് പറ്റിയത്. നിങ്ങളെടുക്കുമ്പോൾ കൂട്ടിയെടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ, താങ്ക് യു.